ഫ്രണ്ട്സ്, അപ്പോൾ ഈ വലയിൽ കിട്ടിയ മീനാണ്. അപ്പോൾ ഇതിൻ്റെ പേരൊന്നും നമുക്കറിയത്തില്ല, ജസ്റ്റ് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നല്ല കളർഫുള്ളാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ വലയടിക്കുന്നത്. അപ്പോൾ അവിടെ കുറച്ച് പാറക്കെട്ടും കരിക്കല്ലും എല്ലാം കൂടി കിടപ്പുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി ഇറങ്ങി വേണം വീശാൻ. കുറച്ച് റിസ്ക്കൊക്കെയാണ്. എനിക്ക് വീഡിയോ എടുക്കാൻ പോലും പോകാൻ പറ്റുന്ന ഇതുപോലെ ഇരുന്നിരുന്ന് തന്നെ ഇറങ്ങണം. അപ്പോൾ ഇതാ ഏകദേശം വലയടിക്കാനുള്ള എന്തോന്ന് ചത്ത. ഓ അങ്ങനെ, ഞാൻ വിചാരിച്ച നല്ല മണമുണ്ടെന്ന്. അതൊക്കെ അത് വെള്ളം നനഞ്ഞല്ലേ. ഈ മാറ്റിയാമോ? ഓ അതാണല്ലേ. വീഡിയോ ക്ലിയർ ആവുന്നില്ല. വെയിൽ അതിൽ വെള്ളത്തിലടിച്ചിട്ട് നേരെ ഇങ്ങോട്ട്. എന്തോന്നാണത്? അങ്ങനെ ഒരു പാരറ്റ് ഫിഷ്. നല്ല വെയിലടിച്ചു തുടങ്ങി. ഇതുവരെ മഴയായിരുന്നു. ഇവിടെ ഒന്ന് നോക്കട്ടെ. ഒരു മിനിറ്റ്. എൻ്റെ അമ്മോ, പാരറ്റെങ്കിൽ പാരറ്റും കിളികളും മാത്രമേ ഇവിടെ ഉള്ളൂ. നല്ല കളർഫുള്ളാണ്. ഗ്ലാമർ. എന്താ ഒരു വെളിച്ചമില്ലായ്മ. അപ്പോൾ നമുക്ക് ഈ വലയിൽ കിട്ടിയ മീനാണ്. വെയിലടിക്കുന്നതുകൊണ്ട് കളർഫുൾ. ഇതാണ് പാരറ്റ് ഫിഷ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് വലയിൽ കിട്ടിയ മീൻ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ പേരൊന്നും നമുക്കറിയത്തില്ല, ജസ്റ്റ് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നല്ല കളർഫുള്ളാണ്. നല്ല അടിപൊളി കളർ ഫിഷാണ്. നല്ല ആരോഗ്യമുള്ള മീനാണ്. കണ്ടില്ലേ? അപ്പോൾ ജസ്റ്റ് ഒന്ന് പേരൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ വലയിൽ കിട്ടിയ ഒരു മീൻ കയ്യിലും കിട്ടി. മുള്ളുണ്ട് കേട്ടോ നല്ല. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഈ വലയിൽ കിട്ടിയ മീനാണ്. നല്ല മുള്ളുണ്ട്. കയ്യിലൊരെണ്ണം അടിച്ച് കയറി. അപ്പോൾ അടിയിൽ 2 കൊമ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മീനിൻ്റെ പേരെന്താണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല വെയിലാണ്, അതുകൊണ്ട് ക്ലിയർ കിട്ടുന്നില്ല. എന്നാലും നല്ല കളർഫുള്ളാണ്. നല്ല മഞ്ഞയും റെഡും എല്ലാം കൂടി കലർന്ന മീനാണ്. അപ്പോൾ പേരൊന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്.